വരും. നിങ്ങളുടെ പ്രശ്നം എന്തോ ആയിരുന്നാലും ശരി, സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ പിതാവാണെങ്കിൽ നിങ്ങളെ അവൻ സൗഖ്യമാക്കാതെ ഇരിക്കുമോ? ഞാൻ പ്രാർത്ഥിക്കട്ടെ, മുൻപോട്ട് വരിക, ഞാൻ പ്രാർത്ഥിക്കാം. കണ്ണടച്ചു നിന്നാട്ടെ. അസുഖമുള്ളവർ ആ അസുഖമുള്ള ഭാഗത്ത് കൈവച്ചാട്ടെ. ആർത്രൈറ്റിസ് ആണോ, മുട്ടിൽ കൈവയ്ക്കുക. മെനിഞ്ചൈറ്റിസ് ആണോ, തലയിൽ കൈവയ്ക്കുക. ഹാർട്ടിന് അസുഖമാണോ, നെഞ്ചത്ത് കൈവയ്ക്കുക. എവിടെയാണ് നിന്റെ അസുഖം? ആ ഭാഗത്ത് കൈവയ്ക്കുക. തളർവാദമാണോ, കർത്താവ് സൗഖ്യം തരുവാൻ മതിയായവനാണ്. നിന്റെ തളർന്ന കാലുകളിൽ, തളർന്ന കൈകളിൽ കൈവയ്ക്കുക. ഞാൻ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ നിൽക്കുക. സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ പിതാവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സ്വർഗസ്ഥനായ എൻ്റെ ദൈവമേ, എൻ്റെ മുമ്പാകെ നിൽക്കുന്ന ഈ പ്രിയപ്പെട്ടവർക്കായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ രോഗികൾ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ രോഗികൾ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആർത്രൈറ്റിസിനോട് കൽപ്പിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകുക. ഡയബറ്റീസിനോട് ഞാൻ കൽപ്പിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകുക. മെനിഞ്ചൈറ്റിസിനോട് ഞാൻ കൽപ്പിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകുക. ഹാർട്ടിൻ്റെ ബ്ലോക്ക് ആയിരിക്കുന്നവർ, രക്തധമനികളിൽ ബ്ലോക്കേജ് ഉള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ ബ്ലോക്കേജ് മാറട്ടെ, രക്തം ഒഴുകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, രക്തം ശരിയായിട്ട് ഒഴുകട്ടെ. അസുഖം മാറട്ടെ, ആർത്രൈറ്റിസ് മാറട്ടെ, ഹാർട്ടിൻ്റെ അസുഖം മാറട്ടെ, ഡയബറ്റീസ് മാറട്ടെ, മെനിഞ്ചൈറ്റിസ് മാറട്ടെ, നാവിലുള്ള പുണ്ണ് മാറിപ്പോകട്ടെ, പൈൽസ് മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് പാരലൈസ് ആയിരിക്കുന്നവർ, കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ തളർവാദമുള്ളവർ സൗഖ്യമാകട്ടെ. ഏതൊക്കെ രോഗങ്ങളാണോ ഉള്ളത്, കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിന്റെ അടിപ്പിണരുകളാൽ അവർക്ക് സൗഖ്യം വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കാം, വിശ്വസിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കാൻ വിശ്വസിക്കാം. ഇങ്ങനെ ഒന്നിനും കൊള്ളാത്തൊരുത്തൻ നിന്റെ ഭർത്താവായിട്ട് എന്തിനാ? ചത്താ മതിയായിരുന്നു. അച്ഛാ, നമ്മളിത് എവിടേക്കാ യാത്ര? അച്ഛാ, കുറച്ചു ദിവസമായില്ലേ വണ്ടി ഒന്ന് അനക്കിയിട്ട്. നീ അതൊന്ന് ഹീറ്റ് ചെയ്ത് റീസി. അതെന്തിനാ? നമ്മൾ പുറത്ത് എങ്ങോട്ടെങ്കിലും പോവാണോ? ചേച്ചിക്കറിയോ? ഇല്ല, അറിഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല. അച്ഛാ, അവരോടൊന്നും പറയാതെ പുറത്തോട്ട് ഞാനില്ല. വേണ്ട, നീ എന്നെ കൊണ്ടുപോണ്ടെന്നേ. ഞാനേ നിന്നെ കൊണ്ടുപോയിക്കോളാം. ഒന്ന് പുറത്തു പോയെന്ന് വെച്ച് എന്താ ഇത്ര കുഴപ്പം? നീ വേഗം ഒരുങ്ങി വന്നേ. നിന്നോട് ഞാൻ പറഞ്ഞു കേട്ടില്ല അസത്തെ. എന്താടി, എന്താ വിളിച്ചു നോക്കുന്നേ? നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടു, ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ ചെയ്തതിലും നല്ല വർക്ക് ഇതാ. അച്ഛൻ ഇത് ഇങ്ങനെ മാറ്റിയപ്പോഴാ കൂടുതൽ ഭംഗിയായത്. നൗ ഇറ്റ് ലുക്സ് പെർഫെക്റ്റ്. കളിയാക്കല്ലേ? അല്ല, സത്യമായിട്ടും എന്റെ അച്ഛനെ ഒരു റിയൽ ആർട്ടിസ്റ്റാ. അല്ലെങ്കിൽ പറ, ഈ കൈനീട്ട ഫിഗറിന്റെ പുറകില് ഈ ലേഡി വരുന്നതിനേക്കാൾ ഒരർത്ഥം കിട്ടുന്ന ഫ്രണ്ട് വരുമ്പോഴല്ലേ? അത് ശരിയല്ലേ? പക്ഷെ നീ ചുമ്മാ വിഷയം മാറ്റാതെ. അച്ഛാ പ്ലീസ്, എന്തിനാ ഇപ്പൊ പുറത്തു പോകുന്നേ? അത് നീ എന്നെ ഒന്ന് സഹായിക്കണം. നിനക്കേ അതിന് കഴിയൂ. ഒരു തരത്തിൽ ഇതൊരു ടൂറാണ്, ഗൈഡഡ് ടൂർ. ഇനി ഒരിക്കലും നടക്കാൻ സാധിക്കാത്ത കൊച്ചു കൊച്ചു സുഖങ്ങളിലേക്കുള്ള ഒരു വിനോദയാത്ര. നീയാണ് സാരഥി. നിന്റെ അമ്മയും ചേച്ചിയും വരുന്നതിന് മുമ്പ് എനിക്കത് നടത്തണം. ഇല്ലെങ്കിൽ ഇനി അത് സാധിച്ചില്ല എന്ന് വരും. അവരതിന് സമ്മതിക്കില്ല.
എല്ലാം കഴിഞ്ഞ് എന്റെ വീട്ടിൽ, എന്റെ മുറിയിൽ, എന്റെ കിടക്കയിൽ സ്വസ്ഥം. എന്താ അച്ഛ ചെയ്ത്? വെറുതെ എന്നെ വിഷമിപ്പിക്കല്ലേ. ഇപ്പൊ എന്താ വേണ്ടേ? പുറത്തു പോണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ കൊണ്ടുപോവാം. എത്ര നാളായി, എത്ര കാലായി ഈ വഴിയിലൂടെ. കുട്ടപ്പേട്ടാ, എന്നാ പറയുന്നു ഡോൺജാ? എന്റെ പതിവ്. അസുഖം കുറവുണ്ടോ മോളെ? ആ, സ്റ്റോപ്പ്. നീ ഒന്ന് നിർത്തിക്കേ. അച്ഛ, ഇത് ഇന്നൊരു ദിവസം മാത്രം. ദേ, നീ ഏറ്റതാ. എന്നാലും ഇതൊഴിച്ച്. എന്നിട്ട് എന്തിനാ? ഞാനിപ്പോ ഏതായാലും സ്വർഗത്തിലോട്ടൊന്നും പോകാൻ പോകുന്നില്ല. നിനക്ക് പറ്റുമോ അതോ ഞാൻ പോണോ? ഈ അച്ഛൻ 8 PM ഫുള്ള്. ഫുള്ള്. ഇനി എങ്ങോട്ടാ? പറയാം. പെണ്ണ് അതൊരു സൃഷ്ടി തന്നെയാ. ചിലപ്പോ രാക്ഷസിയും മറ്റു ചിലപ്പോ മാലാഖയുമായി മാറാൻ കഴിയുന്ന ഒരത്ഭുത സൃഷ്ടി. പക്ഷേ യു ആർ ആൻ ഏഞ്ചൽ. നീ ഇപ്പോ മാലാഖ. ആ, നിർത്തിക്കേ. എന്താ ഇവിടെ? ഹോട്ടൽ ത്രിശങ്കു ഹെവൻ. ആ, ഇവിടെ വെച്ചായിരുന്നു എൻ്റെ അവസാനത്തെ എക്സിബിഷൻ. നീ ഓർക്കുന്നില്ലേ?